വാർത്തകളിലേക്ക് മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം എടുത്തുകളയുന്ന ഓർഡിനൻസിനെതിരെ മദ്യവിരുദ്ധ പ്രവർത്തകരും സഭാ നേതൃത്വവും ഗവർണറെയും മുഖ്യമന്ത്രിയെയും കണ്ടു. സർക്കാരിന്റേത് കടുത്ത വഞ്ചനയാണെന്ന് ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം പ്രതികരിച്ചു. സർക്കാർ നടപടിക്കെതിരെ 8-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കാനും തീരുമാനമുണ്ട്. ഈ സംരംഭത്തെ തകർക്കുന്ന ഒരു അനുഭവമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. അദ്ദേഹവും ഞങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചത്. കുറച്ചു നേരം മാത്രമേ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ വാഗ്ദാനത്തോടുകൂടി ഞങ്ങളിന്ന് മുന്നോട്ട് പോവുകയാണ്. അമീൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, ശക്തമായ പ്രതിഷേധമാണോ ക്രൈസ്തവ സംഘടനകൾ മുഖ്യമന്ത്രിയെയും ഗവർണറെയും നേരിട്ട് കണ്ട് അറിയിച്ചത്? എന്ത് മറുപടിയാണ് ഇവർക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്? ഈ മദ്യശാലകൾ തുറക്കാനുള്ള ഒരു നീക്കത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ആശങ്ക അറിയിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വവും മദ്യവിരുദ്ധ സമിതി പ്രവർത്തകരും ഗവർണറെയും തുടർന്ന് മുഖ്യമന്ത്രിയെയും നേരിൽ കണ്ടത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം എടുത്ത ഒരു തീരുമാനമാണ് ഇവർ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. അതായത് മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള അംഗീകാരം, അല്ലെങ്കിൽ അനുമതി നൽകാനുള്ള NOC കൊടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗീകാരം മന്ത്രിസഭ എടുത്ത് മാറ്റിക്കൊണ്ടൊരു ഓർഡിനൻസ് ഇറക്കിയിരുന്നു. ഇതിന് ഗവർണർ അംഗീകാരം കൊടുത്തു. ഇത് മദ്യലോബികളുമായി ചേർന്നുള്ള ഒരു സർക്കാരിന്റെ പ്രവർത്തനമായിട്ടാണ് തങ്ങൾ വീക്ഷിക്കുന്നതെന്നാണ് സൂസൈപാക്യം അടക്കമുള്ളവർ പ്രതികരിച്ചത്. മാത്രമല്ല, ദേശീയ പാതയോരത്തെ മദ്യശാലകൾ തുറക്കുന്നതിനുള്ള ഹൈക്കോടതി വിധിയെ കോടതിയിൽ ചോദ്യം ചെയ്യാതിരുന്ന സർക്കാർ നിലപാടിനെതിരെയും ഇവർക്ക് പ്രതിഷേധമുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് സഭാ നേതൃത്വം ഗവർണറെയും മുഖ്യമന്ത്രിയെയും കണ്ടത്. ഗവർണറെ കണ്ട് ഈ ആശങ്ക അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് കാര്യത്തിൽ പരിമിതിയുണ്ട്, അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് നിങ്ങൾ കൂടുതൽ നടപടി സ്വീകരിക്കണമെന്നൊരു മറുപടിയാണ് ഗവർണർ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് സഭാ നേതൃത്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് അന്തിമഘട്ടത്തിൽ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവരുടെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ അവസാനഘട്ട തീരുമാനങ്ങളും അതുപോലെ തന്നെ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകൂ എന്ന് ഉറപ്പ് ഇവർക്ക് കൊടുത്തു. അതിൽ പ്രതീക്ഷയുണ്ട്, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ട്. തങ്ങളുടെ ആശങ്ക പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ അറിയിച്ചത്. മാത്രമല്ല, സൂചന എന്നോണം ഇവരുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് സൂചന എന്നോണം വരുന്ന 8-ാം തീയതി നിയമസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു. മുഖ്യമന്ത്രിയും ഗവർണറെയും കണ്ട പഞ്ചായത്തുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചതിലുള്ള പ്രതിഷേധം അറിയിച്ചു. എന്നാൽ ഇവരുടെ ആശങ്ക പരിഗണിക്കുമെന്നുള്ളൊരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. വിവരങ്ങളാണ് അലമീൻ തിരുവനന്തപുരത്ത് നൽകിയത്. മദ്യനയവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ മദ്യവിരുദ്ധ പ്രവർത്തകരും സഭാ നേതൃത്വവും രംഗത്ത്. മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം എടുത്തുകളയുന്ന ഓർഡിനൻസിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഇവർ മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി കടുത്ത വഞ്ചനയാണെന്ന് ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം നടപടിയെ അറിയിച്ചത്.